ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമുക്ക് വെൽമൈൻഡിന്റെ ഇമോഷണൽ റീഅലൈൻമെന്റിന്റെ 6ാമത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് സഫ്ന ഇർഷാദ് മാം ആണ്. ചൈൽഡ് കൗൺസിലർ ആണ്. സ്കൂളുകളിൽ ഓൾറെഡി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അതുപോലെ മൈൻഡ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ വളരെ താല്പര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതേക്കുറിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത് വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ സഫ്ന മാമിന് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഇമോഷണൽ റീഅലൈൻമെന്റിന്റെ 6ാമത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലാറ്റ്ഫോം ഇസ് ഫോർ യു. താങ്ക് യു സഫ്ന മാം. വെൽക്കം. Good evening. Good evening. Good evening. Good evening. Good evening. Good evening, ma'am. Good evening, ma'am. അപ്പോ ഇന്ന് നമ്മൾ 6th സെഷനിലേക്കാ പോകുന്നത്. ഇന്നത്തെ ചാപ്റ്റർ ആണ് മൈൻഡ് ബോഡി കണക്ഷൻ. എന്താണ്? Mind and body connection. Okay. മൈൻഡ് ബോഡി കണക്ഷൻ. മൈൻഡും ബോഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറയും. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. എന്താ കണക്ഷൻ ഉള്ളത്? മൈൻഡിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഊർജ്ജസ്വലതയും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അല്ലേ? അതെ, അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഈ ഭയങ്കര സ്നേഹം അല്ലെ? പിണക്കാണെങ്കിലോ അന്യായ അടി. ശരിയല്ലേ? അപ്പൊ മനസ്സ് എങ്ങനെയാണോ അതേ രീതിയിലാണ് ശരീരവും പ്രവർത്തിക്കുകയുള്ളൂ. ശരീരം എങ്ങനെയാണോ അതുപോലെയാണ് മനസ്സും പ്രവർത്തിക്കുകയുള്ളൂ. അല്ലെ? ആ ഒരു കണക്ഷനാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. എങ്ങനെയാണ് അവര് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാവരോടും പറയണമെന്ന് കണ്ണടയ്ക്കോ? എല്ലാവരും ഒന്ന് നട്ടിലൊക്കെ നിവർത്തി നേരെ ഇരിക്കുക. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. വേറൊന്നും ശ്രദ്ധിക്കരുത്. ഞാൻ പറയുന്നത് മാത്രമേ കണ്ണുകൾ അടയ്ക്കുക. നല്ല രീതിയിൽ ഞാൻ പറയുന്നത് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. നല്ല ഒരു പഴുത്ത മഞ്ഞ നാരങ്ങ നിങ്ങളുടെ കയ്യിലുണ്ട്. നല്ലൊരു പഴുത്ത മഞ്ഞ നാരങ്ങ കയ്യിലുണ്ട്. മനസ്സിൽ വിചാരിക്കുക. ആ മഞ്ഞ നാരങ്ങ ഒരു കത്തി കൊണ്ട് പതിയെ മുറിച്ച് ആ വലത് കൈയിൽ നിന്ന് എടുത്തിട്ട് പതിയെ ആ നാവിൽ ഇങ്ങനെ ഒന്ന് പിഴിയാണ്. പിഴിഞ്ഞിങ്ങനെ നാവിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ അതിന്റെ ആ ഒരു ചെറിയ പുളിപ്പ്, നല്ല പുളിയാ. മധുരം പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോ നല്ല പുളി ഫീൽ ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് ആ പുളിയൊന്ന് എല്ലാവരും ഒന്ന് ഫീൽ ചെയ്തേ. ഓക്കെ, കണ്ടു തുറന്നോ? പുളി കിട്ടിയോ? കിട്ടിയോ? നല്ലോണം കിട്ടി. പുളി കയ്യിൽ ഉണ്ടായിരുന്നോ? വെള്ളം വന്നു. വായിൽ വെള്ളം വന്നു. പുളി കയ്യിൽ ഉണ്ടായിരുന്നോ? ഈ നാരങ്ങ കയ്യിൽ ഉണ്ടായിരുന്നോ? നാരങ്ങ ശരിക്കും നമ്മുടെ കയ്യിലില്ല. റിയാലിറ്റിയിൽ നമ്മുടെ കയ്യില് നാരങ്ങ ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളത് ഇമാജിൻ ചെയ്തപ്പോൾ അതിന്റെ പുളിപ്പ് നമുക്ക് നാവിൽ അനുഭവപ്പെട്ടു, കിട്ടി. ഇതിനെയാണ് ദ ലെമൺ എക്സ്പെരിമെന്റ് എന്ന് പറയുക. ദ ലെമൺ എക്സ്പെരിമെന്റ്. അപ്പോ ഈ ഇല്ലാത്ത ഒരു സാധനം നമ്മൾ മനസ്സിൽ വിചാരിച്ചപ്പോ നമുക്കത് എവിടെ ഫീൽ ചെയ്തു? നമ്മളുടെ ബോഡിയിൽ ഫീൽ ചെയ്തു, അല്ലെ? നമുക്ക് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തു. അതായത് നമ്മുടെ മൈൻഡ് ബോഡി കണക്ഷൻ, മൈൻഡും ബോഡിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ ബോഡി ടു മൈൻഡും
ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. ക്ലിയർ ആണോ? Okay. അതായത് ഒരു കാര്യം റിയൽ അല്ലെങ്കിലും റിയൽ ആണെങ്കിലും മനസ്സിൽ നമ്മൾ വിചാരിച്ചാൽ അത് നമ്മളുടെ ബോഡിയിൽ അത് ഉണ്ടാകും. അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. അപ്പൊ മൈൻഡ് ടു ബോഡി ക്ലിയർ ആയി. ഇനി നമുക്ക് ഒരു ഭയങ്കര ശരീരവേദന, ഭയങ്കര മേലുവേദനയോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ചിന്തകള്? വാവ്, എന്റെ നാളത്തെ ദിവസം സൂപ്പർ ആയിരിക്കും, എന്റെ ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും, അങ്ങനെ നമുക്ക് വിചാരം വരുമോ? ഇല്ല. ഓ, കൊളമായി എല്ലാം. നമ്മൾ എന്ത് വിചാരിക്കാം? ഓ എനിക്ക് വയ്യ. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ തോട്ട്സും എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താണ്, അതേസമയം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ നമുക്ക് ഭയങ്കര എന്താ പറയാ, നമ്മുടെ ബോഡിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എനർജി ഉണ്ടാവും അല്ലെ? നമ്മുടെ ശരീരത്തിനും മനസ്സിനും, ശരിയല്ലേ? മനസ്സിലും കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പൊ നമ്മുടെ ബോഡി ടയേർഡ് ആണെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ബോഡി നല്ല ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണ്, ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയും. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ആങ്സൈറ്റി വരികയാണ്, അല്ലെങ്കിൽ ഒരു ഭയം വന്നു, ഇതെന്തെങ്കിലും വരുമ്പോ നമ്മുടെ ഹാർട്ട് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ പ്രഷർ ഒക്കെ കൂടും അല്ലെ? ഈ ലങ്സിന്റെ കാര്യത്തിലാണെങ്കിലോ ശ്വാസകോശത്തിന്റെ കാര്യത്തിലാണെങ്കിലോ എങ്ങനെയായിരിക്കും? നമ്മുടെ ശ്വാസമൊക്കെ സാധാരണ രീതിയിലായിരിക്കോ? അല്ല, എന്ത് പറ്റും? ഒരിക്കലും നോർമൽ ആവില്ല അല്ലെ? നമ്മുടെ ശ്വാസമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? അതുപോലെ നമ്മുടെ വയറിന്റെ കാര്യമാണെങ്കിലോ വയറിനും പ്രശ്നം വരും. നമുക്ക് ദഹനത്തിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ വയറിനൊരു അസ്വസ്ഥത പോലെ, വയറിനൊരു വേദന പോലെ, അസിഡിറ്റി, ഇതെല്ലാം നമുക്ക് ടെൻഷനോ ആങ്സൈറ്റി സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോ നമ്മളുടെ വയറിൽ അനുഭവപ്പെടുന്നതാണ്. ഈ വയറിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് പറയുന്നത് ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്. കേട്ടിട്ടുണ്ടോ? ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്, അതായത് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ആ അസ്വസ്ഥതകൾക്കാണ് പറയുന്നത് ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, സാർ കേട്ടില്ല? അതായത് നമുക്ക് ടെൻഷൻ, നമുക്ക് സ്ട്രെസ് വരിക, ആങ്സൈറ്റി വരിക, ഫിയർ വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ വയറിൽ എന്താണ്, നമ്മുടെ ഗട്ടിൽ ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂലേ? ആ അസ്വസ്ഥതയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്. ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക് എന്ന് പറയാം. അപ്പൊ ഇത് പറയുമ്പോൾ അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഗട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയർ എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ ആണ്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഗട്ടാണ്. അതെന്താണെന്ന് വെച്ചാല്, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നറിയോ? നമ്മുടെ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും ആരാ നമ്മുടെ ബോഡിയില്? ബ്രെയിനാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഈ സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കാര്യങ്ങള് ആലോചിക്കാനും തീരുമാനിക്കാനും ഉള്ള കഴിവുണ്ട്. ക്ലിയർ ആണോ? നമ്മളുടെ ബ്രെയിനിനെ പോലെ കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും തീരുമാനിക്കാനും ഉള്ള കഴിവ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗട്ടിനെ അല്ലെങ്കിൽ വയറിനെ എന്ത് പറയുന്നത്? സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഭയം, സങ്കടം, പ്രശ്നങ്ങള് എല്ലാം വരുമ്പോ നമുക്ക് ഈ വയറിന് അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാരണങ്ങളും എന്താണ്? ഇത് തന്നെയാണ് അല്ലെ? അതൊന്ന് പറയാവോ ആർക്കെങ്കിലും? അതെങ്ങനെയാണ്? എനിക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ഒരു ഫിയർ വന്നു, എനിക്ക് പെട്ടെന്ന് വയറിന്റെ അസ്വസ്ഥത വന്നു, കാരണം എന്താ?
ഇപ്പൊ പറഞ്ഞത് തന്നെ. കാരണം എന്താ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിച്ചു. എനിക്ക് പെട്ടെന്ന് ഒരു പേടി വന്നു. എന്താ സാർ? കേട്ടില്ല. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിച്ചുകൊണ്ട് ബോഡി മനസ്സിലെന്തുണ്ട്? അതായത് സെക്കൻഡ് ബ്രെയിൻ ആണ് അല്ലെ, നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് നമ്മളുടെ ഗട്ട് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഫിയർ, ടെൻഷന് കാര്യങ്ങളെല്ലാം വരുമ്പോ പുള്ളി അവിടെ എന്ത് ചെയ്യാണ്? അവിടെ ചിന്തിക്കുകയും കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത്? വയറിലൊരു അസ്വസ്ഥത വന്നത്. ആ അസ്വസ്ഥതയ്ക്ക് നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞായിരുന്നു, ഓർക്കണ്ടോ? Butterfly. ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിലെ, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ നെർവസ് സിസ്റ്റം ആണ്. ശരിയല്ലേ? നമ്മൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കണം, ഒരു ഇമോഷൻ വന്നാൽ അതിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും നമ്മളുടെ ത്രൂ ഔട്ട് ബോഡി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മളുടെ നെർവസ് സിസ്റ്റം ആണ്. ഈ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് തിരിക്കാം. ഷബാസ് മാം കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോ പറഞ്ഞായിരുന്നു, എവിടെയോ കേട്ട പോലെ തോന്നുന്നു, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഒന്ന് പറയാവോ എന്താണ് സിമ്പത്തറ്റിക് എന്നുള്ളത്? ഇമോഷണൽ ബ്രെയിൻ. സാറെ കേട്ടില്ല, ഒന്നുകൂടെ പറയൂ. പേടി ഭയം വരുമ്പോ, സ്ട്രെസ് വരുമ്പോ ഉണ്ടാകും സിമ്പത്തറ്റിക്. ഏത് വരും? സ്ട്രെസ് ഒക്കെ വരുമ്പോ ഏതുണരും? അതിന്റെ കാര്യം പറഞ്ഞാണോ? സിമ്പത്തറ്റിക്. അതായത് നെർവസ് സിസ്റ്റത്തിന് രണ്ടായിട്ട് തിരിച്ചേക്കാണ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാല് നമുക്ക് ഭയം, അല്ലെങ്കിൽ എന്താ പറയാ, ടെൻഷൻ, ആങ്സൈറ്റി, നമുക്ക് എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങൾ, ഇതെല്ലാം കൂടുമ്പോഴാണ് ആരുണരുന്നത്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണരുന്നത്. ഇനി ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ നെർവ്സ് മാത്രമാണോ ഉള്ളത്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോ അതില് നെർവ്സ് മാത്രമാണോ ഉള്ളത്? അല്ല. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാലും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാലും നെർവ്സ് മാത്രമല്ല അതിൽ ഉൾക്കൊള്ളുന്നത്. നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറെ ഓർഗൻസ് അല്ലെ, നമ്മുടെ ഹേർട്ട്, അതല്ലെങ്കിൽ എന്താണ് ലങ്സ്, അഡ്രിനൽ ഗ്ലാൻസ്, ഇവരെല്ലാം കുറച്ച് പേരിങ്ങനെ കൂട്ടം കൂടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെയാണ് പറയുന്നത് സ്ട്രെസ് ഓർ അലേർട്ട് മോഡ് എന്ന് പറയാം. സ്ട്രെസ് ഓർ അലേർട്ട് മോഡ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്താ ചെയ്യാ? നമ്മളുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ട്ടോ എന്ന് നമ്മളുടെ ബോഡിയെ എന്ത് ചെയ്യും? അറിയിക്കും. ഓക്കെ, അറിയിച്ചിട്ട് അതിനെ എങ്ങനെ അതിനോട് പ്രതികരിക്കണം, ഫൈറ്റ് ചെയ്യണോ അതോ ഫ്ലൈറ്റ് ചെയ്യണോ അതോ ഫ്രീസ് ചെയ്യണോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പോരാടുക. പെട്ടെന്നൊരു പാമ്പ് വന്നു, ആ പാമ്പിനെ കാണുമ്പോഴുണ്ടല്ലോ, എടാ പാമ്പേ നിന്നെ ഞാനിപ്പോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യണോ അതോ എന്ത് ചെയ്യാ നമ്മൾ തിരിഞ്ഞോടണോ അതെന്താ നമ്മളിങ്ങനെ ഫ്രീസ് ആയിട്ട് ബ്ലാങ്ക് ഔട്ട് ആയിട്ട് നിക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു വണ്ടി ഇടിക്കാൻ വരുമ്പോ നമ്മൾ ആ വണ്ടിയുടെ പേര് ഏതാണ്, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വണ്ടിയാണ്, ഇതിന്റെ കമ്പനി ഏതാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ആ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ കേപ്പബിൾ ആക്കാണ് ആര് ചെയ്യുന്നത്? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പൊ ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ
നമ്മളുടെ ഹാർട്ടിലും ലങ്സിലും അഡ്രിനാലിൻ ഗ്ലാൻസിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഓർഗൻസ് ഉണ്ട്, അതിലെല്ലാം മാറ്റങ്ങൾ വരും. ക്ലിയർ ആണോ? നമ്മുടെ ലങ്സിൽ ഇപ്പോ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം പെട്ടെന്ന് ഉണർന്നെന്ന് കരുതിക്കോ. പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം വന്നു, ഒരു ആങ്സൈറ്റി വന്നു, ഒരു ടെൻഷൻ വന്നു, പെട്ടെന്ന് എന്ത് സംഭവിച്ചു? നമ്മളുടെ ഈ ലങ്സിൽ എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മുടെ ലങ്സിൽ ബ്രോങ്കിയോൾസ് ഉണ്ട്, അതായത് വായു അറകളുണ്ട്. അതായത് നോർമലി നമ്മളുടെ ശ്വാസം പോകുന്ന ഒരു വായു അറ ലങ്സില്, അത് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോ ഈ നെർവസ് സിസ്റ്റം, ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണർന്നു കഴിയുമ്പോ അതിൽ ആ വായു അറകൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി ചുരുങ്ങിപ്പോവോ വികസിക്കോ? ചുരുങ്ങിപ്പോയി ചത്തും പോവും. ചുരുങ്ങി പോവില്ല, കുറച്ച് വികസിക്കും. മനസ്സിലായോ? ഈ വായു അറ അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത് കുറച്ച് വികസിക്കും. വികസിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കൂടുതലായിട്ടും ശ്വാസോച്ഛ്വാസം ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അല്ലെ? അതായത് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മള് ഇതാവുകയല്ലേ. അപ്പൊ അതായത് എന്ത് ചെയ്യണം? ആ വായു അറയൊന്ന് വികസിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഹാർട്ടിന്റെ കാര്യത്തിലോ ഹാർട്ട് റേറ്റ് കൂടും. അതെന്തുകൊണ്ടാ? നമുക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യമുണ്ട്, അല്ലെ? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ ഓക്സിജൻ വേണം, കൂടുതൽ ബ്ലഡ് വേണം, അല്ലെ? ആ ബ്ലഡിന്റെ പ്രഷർ എല്ലാം കൂടണം. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആകുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നത്. ഓക്കെ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ആക്ടിവേറ്റ് ആകും. അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മളുടെ ബ്രെയിനിലെ ഒരു നട്ട്സിന്റെ രൂപത്തിലുള്ള ഒരു പോർഷനാണ് അമിഗ്ഡാല. ഷബസ്നം പറഞ്ഞായിരുന്നോ അമിഗ്ഡാല ഹൈജാക്കിംഗ്? അതെന്താണെന്ന് പറയാവോ? ഒന്ന് പറയാവോ? തിരിച്ചു കാണിക്കണോ? അതായത് ഈ പറയുന്ന പ്രകാശ് സാർ ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഇങ്ങനെയാണ്. അല്ല, സാർ ആദ്യമായിട്ട് ആയതുകൊണ്ട് എന്നെ കാണുന്നു എന്താ ഇങ്ങനെ പറയണെന്ന് വിചാരിക്കരുത്. എന്റെ ഒരു ക്യാരക്ടർ ഇതാണ്. അപ്പോ ഈ പറയുന്ന അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മളുടെ ബ്രെയിനിലെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം, ഓക്കെ, സെക്യൂരിറ്റി അലാം സിസ്റ്റം എന്ന് പറയുന്നത് അമിഗ്ഡാലയാണ്. അമിഗ്ഡാല എന്ത് ചെയ്യും? അയ്യോ പ്രശ്നം വരുന്നേന്ന് പറഞ്ഞിട്ട് കിടന്ന് ഒച്ച വെക്കും, അലാം അടിക്കാൻ തുടങ്ങും. അതായത് ഒരു പ്രശ്നം വരുമ്പോ അമിഗ്ഡാല ഒച്ച വെക്കും, പുള്ളി അവിടെ പ്രശ്നം ഉണ്ടാക്കും. എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് അവിടെ നിന്നും ഹൈപ്പോതലാമസിൽ നിന്നും നമ്മുടെ എങ്ങോട്ട് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇല്ലേ, ക്ലിയർ ആവുന്നുണ്ടോ? അതായത് പ്രോബ്ലം വരുമ്പോ അമിഗ്ഡാല ഒച്ച വെക്കുകയും നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ സെക്യൂരിറ്റി അലാം സിസ്റ്റം എന്ന് പറയുന്നത് അമിഗ്ഡാലയാണ്. അമിഗ്ഡാല ബഹളം വെക്കുമ്പോൾ അത് ഹൈപ്പോതലാമസിൽ നിന്നും നമ്മുടെ എങ്ങോട്ട് വരും? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന അഡ്രിനാലിൻ ഗ്ലാൻസ് ഇല്ലേ, അഡ്രിനാലിൻ ഗ്ലാൻസിലുള്ള സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോളും അഡ്രിനാലിനും റിലീസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അഡ്രിനാലിൻ ഗ്ലാൻസിൽ നിന്നും ആരൊക്കെ റിലീസ് ആവും? സ്ട്രെസ് ഹോർമോൺസ്, അഡ്രിനാലിനും കോർട്ടിസോളും റിലീസ് ചെയ്യും. എന്തിനു വേണ്ടി? അതായത് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്ത് വേണം? കൂടുതൽ എനർജി നമുക്ക് വേണം. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് അവിടെ റിലീസ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടി പറയാം. പ്രോബ്ലം വരുമ്പോൾ അമിഗ്ഡാല ഒച്ച വെക്കുമ്പോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം അവിടെ സൗണ്ട് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന്റെ പോർഷൻ ആണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ത് ചെയ്യും? അവിടെ ഓഫ് ആയി പോകും. ഓക്കെ ആണോ? പ്രോബ്ലം വരുമ്പോൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ ഓഫ് ആയി പോവും. കാരണം എന്ന് വെച്ചാല് ആ സമയത്ത് നമ്മളുടെ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെ? കാരണം അവിടെ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി എന്ത് തീരുമാനിക്കുക? അന്ന് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ ഓഫ് ആയിട്ട് കിടക്കും. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് റിലാക്സ് ആയി
നമ്മുടെ ബ്രെയിനിലേക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള സിഗ്നൽ കിട്ടിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ വീണ്ടും ആക്ടിവേറ്റ് ആകുന്നത്. പ്രകാശ് സാറിന് മനസ്സിലായോ? പ്രകാശ് സാർ മനസ്സിലായി. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പറയുന്ന സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തില് സംഭവിക്കുന്നത്. ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും പേടി ഭയം എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം അവിടെ ഉണർന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് അവിടെ പ്രതികരിക്കണോ അതോ ഓടിപ്പോകണോ അതോ ഫ്രീസ് ആവോ എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പറയുന്ന സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിലാണ്. ഓക്കെ. ഇനി ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്കൊരു ഭയങ്കര ഒരു പരീക്ഷ വരാറുണ്ട്, എനിക്ക് പരീക്ഷ പേടിയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ വന്നു, എന്റെ ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചു, ഭയങ്കരമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചു, ഞാൻ എന്റെ സൊല്യൂഷനൊക്കെ കണ്ടെത്തി. പക്ഷെ അത് അങ്ങോട്ട് എന്താ പറയാ, അത് ഡീആക്ടിവേറ്റ് ആകാതെ അത് ആക്ടിവേറ്റ് ആയിട്ട് തന്നെ നിന്നാൽ എന്ത് ചെയ്യും, എന്തെങ്കിലും സംഭവിക്കുമോ? എന്തെങ്കിലും സംഭവിക്കുമോ? അതായത് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണർന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ബോഡിയിൽ ഉണ്ടായത്? കാമാവൂല എല്ലാം. അല്ല, കാം ആയില്ല. അതായത് നമ്മള് സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിക്കാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ശരി, ആകെ ടെൻഷനാവും എല്ലാം. ടെൻഷൻ കൂടും അല്ലെ? ചെസ്റ്റിലും ഇതാവും, ബ്ലോക്ക് പോകും, അതെ, എല്ലാം അബ്നോർമൽ ആയിട്ട് തന്നെ നിൽക്കും അല്ലെ? അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോ സിമ്പത്തറ്റിക്കിൽ നിന്ന് നമ്മൾ എവിടെ വരണം? പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നമ്മള് വരണം. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുമ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലങ്സിൽ എന്താ സംഭവിക്കുക? ചുരുങ്ങൂല്ലേ അപ്പം? അല്ല, അപ്പോ അതന്നെ. അതായത് സിമ്പത്തറ്റിക്കിൽ വരുമ്പോ ബ്രോങ്ക്യൂൾസ് വികസിക്കുമെങ്കിൽ പാരസിമ്പത്തറ്റിക്കിലാവുമ്പോ എന്ത് സംഭവിക്കും? അതവിടെ ചുരുങ്ങും. ഹാർട്ട് റേറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഹാർട്ട് ബീറ്റ് എല്ലാം നോർമൽ സ്റ്റേജിലേക്ക് മാറും. അത്ര ഓക്കെ അല്ലേ? ഇനി അഡ്രിനൽ ഗ്ലാൻസ് പറഞ്ഞു. ഓക്കെ, പാരാസിമ്പത്തറ്റിക്കും ഏകദേശം ആയി. ഓക്കെ, എന്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല ഇന്ന്. ശരിക്കും ഷബാസ് മാം ആയിരുന്നു ക്ലാസ് എടുക്കേണ്ടത്. പെട്ടെന്ന് അർജന്റ് വന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് നോട്ടിലൊന്ന് അതുകൊണ്ടാണ് നോട്ട് മറിക്കുന്നത്. ഇനി നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വേഗസ് നെർവ് എന്ന് പറയും. വേഗസ് നെർവ് അത് ഷബാസ് മാം എപ്പോഴോ ക്ലാസ് എടുത്തിട്ടുണ്ട്. വേഗസ് നെർവ് അതായത് നമ്മളുടെ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ നെർവാണ് വാഗസ് നെർവ് എന്ന് പറയുന്നത്. ബോഡിയിലെ ഏറ്റവും നീളം കൂടിയത്. അതായത് ഈ നെർവ് വരുന്നത് ബ്രെയിനിൽ നിന്ന് പോകുന്ന കഴുത്തിൽ വന്ന് ചെസ്റ്റിൽ വന്ന് ഹാർട്ടിൽ വന്ന് ലങ്സിൽ വന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകും. ഓക്കെ, ഏറ്റവും നീളം കൂടിയ നെർവാണ് വാഗസ് നെർവ്. ബ്രെയിനിൽ നിന്ന് വന്ന് കഴുത്ത്, ഹാർട്ട്, ലങ്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റം. വാഗസ് എന്ന വാക്കിൽ നിന്നാണ് ഈ പറയുന്ന വാഗസ് നെർവ് വന്നത്. അലഞ്ഞു തിരിയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ വാഗസ് നെർവ് എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കല്ലേ? എവിടുന്ന്? ബ്രെയിനിൽ നിന്ന് പോന്നു, ഹാർട്ടിൽ വന്നു, കഴുത്തിൽ വന്നു, ഹാർട്ടിൽ വന്നു, ലങ്സിൽ വന്നു, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വന്നു. അപ്പൊ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിനെ എന്ത് വിളിക്കുന്നത്? വാഗസ് നെർവ് എന്ന് വിളിക്കുന്നത്. ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെർവാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടാണ് വാഗസ് നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 75%, അതായത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ 75% നമ്മുടെ ബോഡീനെ റിലാക്സ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന വാഗസ് നെർവ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതുപോലെ വാഗസ് നെർവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ബ്രെയിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തെയും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ വാഗസ് നെർവ് ആണ്.
ഓക്കെ. ദെൻ ബ്രെയിനെയും സെക്കൻഡ് ബ്രെയിനെയും കൂടി കണക്ട് ചെയ്യുന്നതും ഈ വാഗസ് നെർവ് ആണ്. ഓക്കെ. ഇനി ഇപ്പൊ എന്തിനാ നമ്മൾ ഇതൊക്കെ പറഞ്ഞേ? ഇപ്പൊ സിമ്പത്തറ്റിക്കും പറഞ്ഞു, പാരാസിമ്പത്തറ്റിക്കും പറഞ്ഞു, കുറച്ച് ഓർഗൻസിന്റെ കാര്യവും പറഞ്ഞു. മൈൻഡ് ബോഡി കണക്ഷൻ. അതായത് മൈൻഡിൽ പ്രശ്നങ്ങൾ വരുമ്പോ നമുക്ക് ബോഡിയിൽ പ്രശ്നങ്ങൾ വരും, ബോഡിയിൽ പ്രശ്നങ്ങൾ വരുമ്പോ മൈൻഡിലും പ്രശ്നങ്ങൾ വരും. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പറയാൻ പറ്റുന്ന എന്തെങ്കിലും പ്രശ്നം, അതായത് മീൻസ് ഡിസ്ക്രൈബ് ചെയ്യാനല്ല. ഇപ്പൊ എന്താ പറയാ, ഒരു കൊച്ചിനോട് ചോദിക്കണേ എനിക്ക് പരീക്ഷാ പേടിയുണ്ട്, സ്കൂളിൽ പോകാൻ പേടിയുണ്ട്, ടീച്ചറിനെ പേടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുറച്ച് ടെൻഷനോ ഫിയറോ എന്തെങ്കിലും ജസ്റ്റ് ഒരു 2-3 പറയാവോ? പാമ്പിനെ കാണുന്ന പേടിയാ. പാമ്പിനെ കാണുന്ന പേടിയാ. സ്റ്റേജ് ഫ്രൈറ്റ്. സ്റ്റേജ് ഫിയർ ഉണ്ട്. ഓക്കെ. പ്രകാശ് സാർ, ഇനിയിപ്പൊ എനിക്ക് എന്ത് പേടിക്കാനല്ല, ഇത്രയും പ്രായം ഇത്രയും വയസ്സായ എന്നോടാണ് പേടി ചോദിക്കണത് അല്ലെ? സ്റ്റേജ് ഫിയർ. എന്തിനാ സ്റ്റേജ് ഫിയർ? തെറ്റിപ്പോന്നുള്ള പേടിയാണോ നിങ്ങളുടെയൊക്കെ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്റെ മാക്സിമം എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം അല്ലെ? വെറുതെ ഒന്നും പഠിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കയറിയിരിക്കാൻ പറ്റൂല. ഞാൻ ക്ലാസ് എടുത്തു, ഇനിയിപ്പോ മറ്റുള്ളവർ അല്ല നിങ്ങളൊക്കെ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫോർ എക്സാമ്പിൾ ഉണ്ടോ? അത്രേ ഉള്ളൂ നിങ്ങളുടെ കാര്യത്തില്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കണ്ട്, എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നണേ? ഒന്ന് പറഞ്ഞു കേക്കട്ടെ. നന്നായി പറയുന്നുണ്ടല്ലോ, നന്നായി മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ അറിയണ്ടല്ലോ. അതല്ലാതെ എന്തെങ്കിലും തോന്നുന്നുണ്ടാവും, പോരായ്മകളും ഉണ്ടാവും. പോസിറ്റീവ് മാത്രം പറയുന്നത്. ഞാൻ അനിൽ സാറിനോട് എപ്പോഴും പറയും, സാർ അജു വർഗീസ് കളിക്കരുതിട്ടോന്ന്. സാർ ഭയങ്കര മോട്ടിവേഷനാണ് നമ്മളെ. പേടിക്കേണ്ട, താൻ സൂപ്പർ ആണോ എന്നൊക്കെ പറയും നമ്മളോട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ഇന്ന മിസ്റ്റേക്സ് അറിയാം. അപ്പൊ ഏതോ ഒരു സിനിമയിൽ അജു വർഗീസും ടോവിനോയിലല്ലോ നിവിൻ പോളി ഈ കസിൻസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ഈ നിവിൻ പോളി എന്ത് ചെയ്താലും നീ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിടൂലേ? അവസാനം ലാസ്റ്റ് പിടിച്ചിട്ട് നിവിൻ പോളി പിടിച്ചിട്ട് ഒന്ന് കൊടുത്തിട്ട് പറയില്ലേ, നീ കഴിവില്ലാത്തവന് കഴിവുണ്ടെന്ന് പറയരുതെന്ന്. ആ ഒരു ഡയലോഗും ഞാൻ ഇടയ്ക്ക് അനിൽ സാറിന്റെ അടുത്ത് പറയും. അപ്പൊ എന്താ ഇവിടെ അങ്ങനെയല്ല, ക്ലാസ് അടിപൊളിയാ. കുഴപ്പമില്ല. ഈ അടിപൊളി എന്നൊരു പോരായ്മകളും കൂടി പറയണം, അപ്പോഴല്ലേ തിരുത്താൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നല്ല ആഗ്രഹം വേണം, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം. ശരിയല്ലേ? ആഗ്രഹം മാത്രമല്ല, പരിശ്രമിക്കുകയും കൂടി ചെയ്താലാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു അളവിലേക്ക് എത്തുള്ളൂ. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയെ ആദ്യം കളഞ്ഞാലാണ് നമ്മളൊരു സ്റ്റേജിൽ കയറാൻ പോയിട്ട് ഇതിങ്ങനെ പോലും ഞാനിരുന്ന് സംസാരിക്കുകയുള്ളൂ. ശരിയല്ലേ? മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എന്നെ ബാധിക്കുന്ന വിഷയമാണോ? ആണോ? നിവിൻ സാറിന് ബാധിക്കുവോ? പ്രകാശ് സാറിന് ബാധിക്കുവോ? ആരും ബാധിക്കില്ല. നമ്മൾ കൊടുക്കുമ്പോ നമ്മളുടെ മാക്സിമം ചെയ്യാൻ നോക്കുക, അത്രമാത്രം. ഓക്കെ. സ്റ്റേജ് ഫിയർ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെന്നാ പോന്നെ? പ്രശ്നങ്ങള്. അപ്പോ അതായത് നമുക്ക് വരുന്ന ടെൻഷൻസിനെയും കാര്യങ്ങളെയും എല്ലാം മാറ്റുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ എന്തിനാ ഇത് പഠിക്കണേന്ന് വെച്ചാല് നമുക്ക് സ്വന്തം കുറെ ടെൻഷൻസ് വരും അല്ലെ? കുറെ ടെൻഷൻസ് വരും, ആങ്സൈറ്റി വരും, സ്ട്രെസ് വരും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് വരും, നമ്മുടെ റിലേറ്റീവ്സിന് വരും, നമ്മുടെ എന്താ പറയാ കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾക്ക്, ആർക്കും ആയിക്കോട്ടെ. പ്രശ്നങ്ങളില്ലാത്തൊരു ലോകത്തില്ല. ഒരു വയസ്സായി കുഞ്ഞിനോട് ചോദിച്ചാൽ അതിനും ഉണ്ടാവും ടെൻഷൻ അല്ലെ? അവന് അങ്ങോട്ട് നടക്കാൻ പോകുമ്പോ അമ്മ ഇങ്ങോട്ട് പിടിച്ചു വരും. ശരിയല്ലേ? അപ്പൊ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാൻ പറ്റും, അവൻ എണ്ണി പറഞ്ഞനെ അവന്റെ പ്രശ്നങ്ങള്. അപ്പോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറ്റുന്നതിനും ടെൻഷൻസ് കുറയ്ക്കുന്നതിനൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് 3 ബ്രീത്ത് റീസെറ്റ് എന്ന് പറയും. എന്താണ്? റീസെറ്റ്. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ. ഫ്രീ അല്ല, 3 ബ്രീത്ത് റീസെറ്റ്.
ബ്രീത്ത് എന്നുള്ള ശരിക്കും കേട്ടില്ലായിരുന്നു. ബ്രീത്ത്, ബ്രീത്ത്, BREATH. ശ്വാസം എടുക്കുക, ശ്വാസം. ബ്രീത്ത്. Breathe, reset. ബ്രീത്ത്, ബ്രെത്ത്. എന്താ പറയാ? പറഞ്ഞ ശരിയാ. BREATH. Reset. ഒന്നുമില്ല, 3 breathe. പ്രാവശ്യം ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ Oh, okay, okay. ഓക്കെ. Then second. അതായത് നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ എന്താ പറയാ ഭാവിയെ കുറിച്ചുള്ള ടെൻഷനോ പാസ്റ്റിനെ കുറിച്ചുള്ള ടെൻഷനോ പ്രസന്റിനെ കുറിച്ചുള്ള ടെൻഷനോ ആങ്സൈറ്റിയോ എന്ത് വന്നാലും എന്ത് ചെയ്യാം? ഒന്ന് കണ്ണടച്ചിരിക്കുക, നട്ടില് നിവർത്തിയിരിക്കുക, 3 പ്രാവശ്യം എന്ത് ചെയ്യുക? അതായത് ശ്വാസം ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാ? വായിലൂടെ പതുക്കെ, അതായത് ഒരു മെഴുകുതിരി ഊതിക്കെടുത്താൻ ഇങ്ങനെ ഊതും അതോ ഇങ്ങനെ ഊതും? എങ്ങനെ ഊതും നമ്മള്? ഒന്ന് മെഴുകുതിരി ഊതാവോ? Murke. അല്ലെ? അത് ചെന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഊതുവോ? ഇല്ല, പതുക്കെ സമാധാനത്തില്. കാരണം മെഴുകുതിരി ഇത്രയല്ലേ ഉള്ളൂ, അതിന്ന് വരുന്ന ആ വെളിച്ചം. അപ്പൊ അതുപോലെ എന്ത് ചെയ്യാ? നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോ എന്ത് ചെയ്യാ? വായി കൂടി പതിയെ പുറത്തേക്ക് വിടുക. ഓക്കെ, അങ്ങനെ ഒരു 3 ടൈംസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശ്വാസം ഇങ്ങനെ എടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ അമിഗ്ഡാലയിൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളില്ലേ, അമിഗ്ഡാലയിൽ സെക്യൂരിറ്റി എല്ലാം ഓൺ ആവുന്ന കാര്യം. അപ്പൊ ഈ 3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് ചെല്ലും, നിലവിലൂടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെ? അതായത് നമ്മൾ ഈ 3 പ്രാവശ്യം ഇങ്ങനെ ആ ഒരു 3 ബ്രീത്ത് എടുക്കുന്ന സമയം മതി നമ്മളൊന്ന് റിലാക്സ് ആവാനായിട്ട്. ക്ലിയർ ആവുണ്ടോ ഞാൻ പറയണേ? അതായത് ഭയങ്കര ടെൻഷനോ പ്രശ്നങ്ങളോ നിൽക്കുമ്പോ നമ്മളുടെ അമിഗ്ഡാലയിൽ ഓൾറെഡി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ സ്മൂത്ത് ആണ്, റിലാക്സ് ആണെന്ന് ഇവിടെ മെസ്സേജ് കിട്ടിയാൽ മാത്രമാണ് എന്ത് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്ടിവേറ്റ് ആകുള്ളൂ. അതായത് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിന്റെ പോർഷൻ അവിടെ ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ഈ 3 ബ്രീത്ത് എടുക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് ചെല്ലും, എന്ത്? നിലവിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇവിടെ റിലാക്സ് ആണ് എന്നുള്ള മെസ്സേജ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അവിടെ ആക്ടിവേറ്റ് ആയിട്ട് പുള്ളി ലോജിക്കലായിട്ട് ചിന്തിച്ച കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഡീപ്പ് ബെല്ലി ബ്രീത്തിങ്. ഡീപ്പായിട്ടെന്നല്ലേ, ആഴത്തിൽ. ഡീപ്പ് ബെല്ലി ബ്രീത്തിങ്. അത് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക, നിവർന്നിരുന്ന് കൈയെല്ലാം നേരെ വെച്ച് കാലെല്ലാം നേരെ വെച്ച് നിവർന്നിരുന്ന് നട്ടില് നിവർത്തി വെക്കുക. ക്ലാസ്സിൽ കുട്ടികളോട് പറയുമ്പോൾ എല്ലാവരും നട്ടിലൊക്കെ ഒന്ന് നിവർത്തി വെക്കുക. ഒരു കൈ നെഞ്ചില് വെക്കുക, ഒരു കൈ വയറിൽ വെക്കുക, ഒരു കൈ വയറില് പൊക്കിളിന്റെ തൊട്ട് മുകളിൽ വെക്കുക. കണ്ണടയ്ക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. മൂക്കിലൂടെ പതിയെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയറ് ബലൂൺ വീർക്കും പോലെ വീർത്ത് വരട്ടെ. ശ്വാസം പുറത്തേക്ക് വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ വയറ് എന്ത് ചെയ്യാ? ചുരുങ്ങണം. മെത്തേഡ് കിട്ടിയോ? അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് വയറ് ബലൂൺ വീർക്കും പോലെ പുറത്തേക്ക് വരികയും ശ്വാസം എന്ത് ചെയ്യണം? പുറത്തേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായോ എങ്ങനെയാന്ന്? ഓക്കെ, അത് വേണേ എഴുതി വെച്ചോ എങ്ങനെയാന്ന്. ജസ്റ്റ് അതായത് വേറെ ഒന്നുമില്ല, ശ്വാസം എടുക്കുമ്പോ വയറ് വീർത്ത് വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോ വയറ് എന്ത് ചെയ്യണം? ചുരുങ്ങെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലെ വാഗസ് നെർവ് അവിടെ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, നമ്മളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാഗസ് നെർവ് അവിടെ
ആക്ടിവേറ്റ് ആവാൻ, അതായത് പുള്ളി അവിടെ ഉണർന്ന് പ്രവർത്തിക്കും. അപ്പോഴേക്കുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ റിലാക്സ് ആവും. Then 4-6 റിലാക്സേഷൻ ബ്രീത്തിങ്. 4-6 4 ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് 6. 4-6 റിലാക്സേഷൻ ബ്രീത്തിങ്. 4 ഇട്ടിട്ട് ഹൈഫൺ ഇട്ടിട്ട് 6 റിലാക്സേഷൻ ബ്രീത്തിങ്. അതായത് വേറെ ഒന്നുമില്ല, ശ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയുക. ഓക്കെ, 4 സെക്കൻഡ് കൊണ്ടാണ് ഇൻഹെയിൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ 6 സെക്കൻഡ്. ഇപ്പൊ ശ്വാസം ജസ്റ്റ് ചെയ്ത് നോക്കിയേ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 2 3 4. Then exhale. Exhale ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 2 3 4 5 6. 6 വരെ കൗണ്ട് ചെയ്യുമ്പോൾ മാത്രമേ എക്സൈൽ ചെയ്ത് കഴിയാമുള്ളൂ. ഓക്കെ, റിലാക്സേഷൻ ബ്രീത്തിങ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയുക. അതായത് നമുക്കൊരു ആങ്സൈറ്റി, എന്താ പറയാ, നമുക്ക് ഉറക്കമില്ലായ്മ, ഇപ്പൊ രാത്രി കിടന്നിട്ട് എന്ത് ചെയ്തിട്ട് ഉറക്കം വന്നില്ല, പല ടെക്നിക്കും ചെയ്തു നോക്കി, ആവണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 4-6 റിലാക്സേഷൻ ബ്രീത്തിങ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആങ്സൈറ്റി, ഇതിനെല്ലാം ഇപ്പൊ നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും, അല്ലെ, ആർക്കെങ്കിലും ഒരു അറിവ് പറഞ്ഞു കൊടുത്താൽ അത് നല്ല, അവർക്കും അതൊരു ഉപകാരമായി, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്കും ഗുണം കിട്ടൂലേ? അനുഗ്രഹം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആർക്കെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, നമ്മളങ്ങ് പകർന്നു കൊടുത്തേക്കുക. വെൽമൈൻഡിന്റെ ആപ്തവാക്യം തന്നെ സ്പ്രെഡ് ഹാപ്പിനെസ് എവരിവെയർ എന്നാണ്. എല്ലാവർക്കും സന്തോഷം കിട്ടട്ടെ, സമാധാനം, അല്ലെ? അത്രയുള്ളൂ. ദെൻ ബോഡി അവയർനെസ് പ്രാക്ടീസ്. നെക്സ്റ്റ് ബോഡി അവയർനെസ് പ്രാക്ടീസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, സങ്കടം ഉണ്ടെങ്കിൽ, ഫിയർ ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ബോഡിയിൽ കുറെ മാറ്റങ്ങൾ വരും, അല്ലെ? എന്തൊക്കെ മാറ്റങ്ങളാ വരിക? വയർക്കും, എന്തൊക്കെ മാറ്റങ്ങളാ വരിക? കൂടും, കൂടും, നമ്മൾ വിയർക്കും, ചിലപ്പോ കൈവേദന എടുക്കും, കാലുവേദന എടുക്കും, നടുവേദന എടുക്കും, വയറുവേദന എടുക്കും, അല്ലെ? ഷോൾഡറിന്റെ ഒക്കെ ഇവിടെ ഒരു ഭയങ്കര ഒരു പിടുത്തം, അല്ലെ? ഒരു എന്താ പറയാ, ഒരു പിരിമുറുക്കം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആണോ? ആണ്. യെസ്, എല്ലാവർക്കും വരും. അപ്പോ എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയാനും ഒക്കെ ആയിട്ട് നമുക്കൊരു ബോഡി അവയർനെസ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാല് ഒന്ന് നേരെ ഇരിക്കാവോ എല്ലാവരും? ഒരു സെക്കൻഡ്. അതായത് നമ്മളുടെ ഒരു സെക്കൻഡ്, എല്ലാവരും ഒന്ന് കണ്ടോർന്നു കേട്ടോ, ഒരു സെക്കൻഡ്. അതായത് നമ്മളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, വൈറസ് ഒക്കെ കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ എങ്ങനെയാ നോക്കണേ? നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കാറുണ്ടല്ലേ? സിസ്റ്റത്തിൽ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ, വൈറസ് ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളുടെ ബോഡിയിലെ പ്രശ്നങ്ങൾ എവിടെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മളുടെ ബോഡി നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? ഒന്ന് സ്കാൻ ചെയ്യാണ്. നമ്മുടെ ബോഡി നമ്മൾ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാണ്. ഇതിന്റെ പേരാണ് ബോഡി സ്കാൻ. ബോഡി സ്കാൻ എഴുതി വെച്ചോ. ഈ മെത്തേഡ്സ് മറന്നു പോയാലും പിന്നീട് ആവുമ്പോൾ നമുക്ക് ഈ ബോഡി സ്കാൻ കാണുമ്പോൾ നമുക്കൊന്ന് ഓർക്കാലോ. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചോ. എല്ലാവരും നടു നിവർത്തിയിരിക്കുക, നട്ടിൽ നിവർത്തിയിരിക്കുക. ക്ലോസ് യുവർ ഐസ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Then നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കാൽ വിരലുകളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ കാൽ വിരലുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുക.
അവിടെ തണുപ്പോ ചൂടോ എന്തെങ്കിലും വേദനയോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. തണുപ്പോ ചൂടോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവിടെ നിന്നും കണങ്കാൽ, കാൽമുട്ടുകൾ, തുടകൾ എന്നിവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നം അവിടെ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ പതിയെ വയറിലേക്ക് കേന്ദ്രീകരിക്കുക. നെഞ്ച്, തോളുകൾ, കഴുത്ത്, മുഖം, എല്ലാ ഭാഗങ്ങളിലേക്കും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെറിയ വേദനയോ ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ട് എങ്കിൽ ആ വേദന തോന്നുന്ന ഭാഗത്ത് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഒന്ന് കൊടുക്കുക, ദെൻ അത് അയച്ചു വിടുക. കണ്ണു തുറന്നു. ഇതാണ് നമ്മുടെ ബോഡി സ്കാൻ എന്ന് പറയുന്ന മെത്തേഡ്. മനസ്സിലായോ? ബോഡി സ്കാൻ എന്ന് പറയുന്ന മെത്തേഡ്. അതായത് നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും, അല്ലെ? മനസ്സിൽ ഒരുപാട് ടെൻഷൻ. ഇപ്പൊ ഞാൻ കണ്ണടച്ചു, എന്നോട് പറയണം എന്റെ കാൽ വിരലുകളിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കാൻ പറയുമ്പോ എന്റെ ഉള്ളിലുള്ള ടെൻഷൻ അവിടെ ഒന്ന് മാറി നിൽക്കുകയാണ്. മനസ്സിലായോ? ബോധപൂർവം ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്റെ കാൽ വിരലുകളിലേക്ക്, അല്ലെ? ബോധപൂർവം ഞാൻ ശ്രദ്ധിക്കുകയാണ്. അതല്ലാതെ എന്നോട് കാൽ വിരലിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമ്പോ എന്റെ മറ്റേ പ്രശ്നം തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം, അല്ലെ? എന്റെ ടെൻഷനും എന്റെ സ്ട്രെസ്സും എന്റെ ഫിയറും എന്റെ ആങ്സൈറ്റിയും എന്റെ എന്ത് കാര്യം മാറ്റണമെങ്കിലും ഞാൻ ബോധപൂർവം മാറ്റണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ മാത്രമാണ് അത് മാറുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഓരോ ബോഡി പാർട്ടിലേക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ആ വരുന്ന നമ്മളുടെ ടെൻഷൻ ആയിട്ടുള്ള ആ ചിന്തകളെല്ലാം കുറച്ചു നേരത്തേക്കെങ്കിലും നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറൊരു ടെൻഷൻ റിലാക്സ് പ്രാക്ടീസ്. ഈ വേദന വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം നമ്മള്? വേദന വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം അവിടെ ഒന്ന് കൊടുക്കാൻ നോക്കുക. ഓക്കെ, ശ്വാസം കൊടുക്കുക മീൻസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പതുക്കെ നമ്മൾ അവിടെ അയച്ചു വിടുക. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ടെൻഷൻ റിലാക്സ് പ്രാക്ടീസ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരെ ഇരിക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് കളയുക. ദെൻ എന്ത് ചെയ്യുക? നമ്മുടെ ഈ കൈയില് രണ്ട് എന്താ പറയാ ഈ സംഭവം, ഇത് രണ്ടും നന്നായിട്ട് ചുരുട്ടി പിടിക്കുക. അതായത് നല്ല ബലം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ചുരുക്കി പിടിക്കുക. ദെൻ എന്ത് ചെയ്യുക? പതിയെ റിലാക്സ് ചെയ്യുക. 5 seconds, ഓൺലി 5 seconds. നന്നായി ബലം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പതുക്കെ ഒന്ന് നമ്മൾ അതിനെ റിലാക്സ് ചെയ്യുക. ടെൻഷൻ റിലാക്സ് മെത്തേഡ് ആണ് കേട്ടോ പറയുന്നത്. ടെൻഷൻ നിൽക്കുമ്പോ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ബലം കൊടുത്ത് ചുരുട്ടി പിടിക്കുക. കൗണ്ട് ചെയ്ത് എന്ത് ചെയ്യുക? അതായത് 5 seconds കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റിലാക്സ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഷോൾഡർ ഇല്ലേ, ഷോൾഡർ രണ്ടും ഉയർത്തിയിട്ട് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ല ബലം കൊടുക്കുക. ഓക്കെ, നല്ല ബലം കൊടുത്തിട്ട് എന്ത് ചെയ്യുക? പതുക്കെ അതിനെ 5 seconds കൊണ്ട് റിലാക്സ് ചെയ്യുക. മനസ്സിലാവുണ്ടോ ഞാൻ പറയണേ? മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഫേസിലാണെങ്കിലും ഫേസിലൊന്ന് ബലം കൊടുക്കാവോ? ഞാൻ കൊടുക്കൂല, കാരണം ക്യാമറ കണ്ട ഭയങ്കര വൃത്തികേടായിരിക്കും. നിങ്ങളൊക്കെ കാണിച്ചോ? മുഖമൊക്കെ ഒന്ന്, ഫേസ് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം.
അപ്പൊ എന്തിനു വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണേ? എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ ഈ പല ആക്ഷനും ഗോഷ്ടിയൊക്കെ കാണിക്കണേന്. ടെൻഷൻ എന്തൊക്കെ റിലാക്സ് ഇതിനൊക്കെ ചെയ്യാന്ന് കാരണം? പറഞ്ഞിട്ടില്ലേ? ടെൻഷൻ റിലാക്സ് എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളിതൊക്കെ കാണിച്ചത്? ടെൻഷൻ റിലാക്സേഷൻ മെത്തേഡ്സ്. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും ഒരുപാട് ടെൻഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണത്. അല്ല, എത്ര ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞാലും എന്തെങ്കിലും റീസൺ ഒക്കെ കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ ദിവസവും ടെൻഷൻ വരും. ഇതിന് വേറെ പൈസ മുടക്കില്ല, വേറെ നാട്ടുകാരെയോ വീട്ടുകാരെയോ കുടുംബക്കാരെയോ ആരെയും വിളിക്കുക, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോ എന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, ആരുടെയും ആവശ്യമില്ല, ഒരുപാട് സമയത്തിന്റെയും ആവശ്യമില്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 seconds അല്ലെങ്കിൽ 5 seconds കൊണ്ട് ഈ ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് വെറുതെ കേട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അവിടെ അതിനെ മാറ്റാനായിട്ട് നമ്മളത് ചെയ്യുക. കൃത്യമായിട്ട് മൈൻഡ് ബോഡി കണക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ് അല്ലേ? തെറ്റോ? അങ്ങനെയാണെങ്കിൽ പഠിപ്പിച്ചതൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞ ആരെങ്കിലും പറയൂ? ചോദിച്ചോ, പറയാം. ചോദിച്ചു പറയാം. വൗ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ആ കോൺഫിഡൻസിന്. ഓക്കെ ഓക്കെ. എന്തിപ്പോ പഠിപ്പിച്ച ആദ്യം? ഓക്കെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ 2 പാർട്സ് ഏതൊക്കെയാണ് പറയൂ? പറഞ്ഞു. സിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. ഓക്കെ, നമുക്ക് അതായത് ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം വരുമ്പോ ആരുണർന്ന് പ്രവർത്തിക്കും? അമിഗ്ഡാല. സിമ്പത്തറ്റിക്. അതിനെ റിലാക്സ് ചെയ്യുന്നതിനായിട്ട് പാരാസിമ്പത്തറ്റിക്കും വരും. നമ്മളുടെ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ നെർവ് ഏതാണ്? അടിപൊളി, സൂപ്പർ. എനിക്ക് സന്തോഷായി എന്തായാലും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ ഇനി എന്തെങ്കിലും എന്താ മാം? താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ചെറുതായിട്ട് സ്കൂളിൽ പോയൊരു ഫീലൊക്കെ വന്നല്ലേ? പിന്നെ അതെ, കുഴപ്പമില്ലല്ലോ. അതായത് ഈ ഒരു എന്താ മാം, നോട്ട്സ് കിട്ടിയാൽ നല്ലതാണ്. അത് പറഞ്ഞില്ല അല്ലെ, ടെക്സ്റ്റ് അയച്ചു തന്നില്ല അല്ലെ? നമ്മളുടെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ടെക്സ്റ്റ് കൊറിയർ ചെയ്ത് തരാട്ടോ. ടെക്സ്റ്റ് ഉണ്ട്. നമ്മളുടെ ഒരു ടെക്സ്റ്റും ഉണ്ട്, വർക്ക്ഷീറ്റും ഉണ്ട്. അപ്പൊ രണ്ടും കൊറിയർ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഓക്കെ. അപ്പോ എന്തെങ്കിലും ടെൻഷനോ അനാവശ്യമായ ചിന്തകളോ ഈ പറഞ്ഞ സ്റ്റേജ് ഫിയറോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഈ പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കുക. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കത് പ്രശ്നമല്ല എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റാർക്കും ദോഷം വരുത്താത്തതും എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളുടെ മാക്സിമം കൊടുത്തിട്ടുമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ശരിയല്ലേ? വെറുതെ കയറി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം നമ്മൾ എന്താ പറയാ, ഇതായിട്ട് ചെയ്യാം. പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. അത്ര വേറെ ഒരു ടെക്നിക്ക് കേട്ടിട്ടുള്ളത്, തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ ടെൻഷൻ കുറയും. ടെൻഷൻ കുറയും. പല പല ടെക്നിക്സ് ഉണ്ട്, അറിവുകൾ പരിമിതമാണല്ലോ. ഇങ്ങനെ ഇവിടെ തട്ടിക്കൊടുക്കുന്നു. അപ്പൊ ഒരു പുതിയ അറിവും കൂടെ കിട്ടിയല്ലോ, എഴുതി വെച്ചോ. സത്യം പറയുമ്പോ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോഴുണ്ടല്ലോ,
എനിക്ക് എന്റെ ഉള്ളിൽ തോന്നാറുണ്ട് എന്നെക്കാൾ കൂടുതൽ അറിവുള്ളവരാണല്ലോ ഇരിക്കണത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. പക്ഷെ എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാ ക്ലാസ് എടുക്കുന്നത്? അല്ല, എന്തുകൊണ്ടാ ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും എനിക്ക് പറയാൻ കഴിയും. മനസ്സിലായോ? ആ ഒരു ചിന്തയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ എല്ലാവരും. കാരണം എല്ലാവർക്കും എല്ലാം അറിയില്ല. നമ്മൾ പറയുന്നതിൽ നിന്നും ഒരു പോയിന്റ് എങ്കിലും പുതിയത് മറ്റുള്ളവർക്ക് കിട്ടിയാൽ നമ്മൾ അവിടെ സക്സസ് അല്ലേ? അത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ അപ്പോ നോട്ട്സ് ഞാൻ എങ്ങനെ എന്റെ ഭാഗത്ത് നിന്ന് ഗ്രൂപ്പിലിടുവോ ഇതിന്റെ ടെസ്റ്റ് സാറേ നോട്ട്സ് ആയിട്ട് നമ്മൾ അങ്ങനെ വാട്സപ്പ് ഇല്ല. പക്ഷെ ഇതിന്റെ PPT ഉണ്ട്. PPT ഷെയർ ചെയ്യാം. ഞാൻ സാധാരണ അതെങ്ങനെ PPT ഉപയോഗിക്കാറില്ല ക്ലാസ് എടുക്കാൻ. എനിക്ക് PPT അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, അതുകൊണ്ടാണ്. അതെങ്ങനെ ഗ്രൂപ്പിലാണ് ഇടുന്നത്? ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അതെ അതെ, ഗ്രൂപ്പിലിടാം. ഓക്കെ, അനിൽ സാർ എന്നെ വൈൻഡപ്പ് ചെയ്തോളൂ പ്ലീസ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു സെക്കൻഡ്. കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നത്തെ സെഷൻ മനോഹരമായി എന്ന് വിശ്വസിക്കുന്നു. ബോഡി അല്ലേ, മൈൻഡ് ബോഡി മാറ്റം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചെറിയൊരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാമല്ലോ. ആർ യു റെഡി? Ready. Ready. Okay, sir. ജസ്റ്റ് ഇപ്പൊ നമ്മള് നെർവസ് സിസ്റ്റം, ബോഡി, മൈൻഡ് ഇതെല്ലാം പഠിച്ചതാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക. ശരീരവും മനസ്സും സുഖകരമായ ഒരവസ്ഥയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. സാവകാശം കണ്ണുകളടക്കുക. നിങ്ങൾക്കിപ്പോൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് ശ്വാസം വിടുകയും ചെയ്യാം. നിങ്ങളുടേതായ താളത്തിൽ, ക്രമത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. യാതൊരുവിധ സ്ട്രെയിനും വേണ്ട. നട്ടെല്ല് നിവർന്നിരുന്നാൽ വളരെ നല്ലത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഹീലിംഗ് എനർജി ശ്വാസരൂപത്തിൽ ഉള്ളിലേക്ക് നിറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. മനസ്സ് പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുവാൻ നിങ്ങളിപ്പോൾ തയ്യാറെടുക്കുകയാണ്. വീണ്ടും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഇനി ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് വേദനയോ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഊർജം കേന്ദ്രീകരിക്കാവുന്നതാണ്. നിങ്ങളുടേതായ താളത്തിൽ, ക്രമത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള സങ്കടം, രോഗം, ദേഷ്യം, ഭയം എന്നിവയെല്ലാം ശ്വാസരൂപത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളർ, ഒരു പോസിറ്റീവ് ഊർജം ശരീരം മുഴുവനും വ്യാപിക്കുന്നു. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വിഷാദം, സങ്കടം, രോഗം എന്നിവ കറുത്ത നിറത്തിൽ ശ്വാസരൂപത്തിൽ പുറത്തേക്ക് പോകുന്നു. ഓരോ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ യുവത്വത്തിലേക്ക് റീജുവനേറ്റ് ചെയ്യുന്നു. സ്വയം ഇഷ്ടപ്പെടുന്ന താളത്തിൽ വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം.
വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് സ്നേഹം, ലവ്, കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, പ്രതിഫലിച്ചില്ലാത്ത സ്നേഹം ഉള്ളിലേക്ക് ഒഴുകുന്നു. ആ ഹീലിംഗ് എനർജി ശരീരം മുഴുവനും വ്യാപിക്കുന്നതായിട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നു. നിങ്ങളിപ്പോൾ എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ തെറ്റായ വിശ്വാസങ്ങൾ എല്ലാം ശ്വാസരൂപത്തിൽ പുറത്തേക്ക് പോകുന്നു. ആ ഉള്ളിൽ കിടന്ന പ്രകാശം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പടരുന്നതായി അനുഭവപ്പെടുന്നു. ശ്വാസത്തിലേക്ക് പടരുന്നതായിട്ട് നിങ്ങൾ അനുഭവപ്പെടുന്നു. ശരീരം ഇപ്പോൾ സ്വർണ്ണ നിറത്തിലാവുന്നു, ഗോൾഡൻ കളർ ആവുന്നു. ഓരോ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും വിശ്രമാവസ്ഥയിലാവുന്നു. ശരീരത്തിന്റെ ഓരോ ഭാഗവും വിശ്രമാവസ്ഥയിലാവുന്നു. നിങ്ങളുടെ ഭാരം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നു. അത് കാണുവാനും കഴിയുന്നു. ഇനി നിങ്ങളുടെ കാലുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. രണ്ട് കാലുകളും വിശ്രമാവസ്ഥയിലാവുന്നു. കാൽവിരലുകൾ, കണങ്കാൽ, കാൽമുട്ടുകൾ, തുട, ഇടുപ്പ്, കാലുകളിലെ എല്ലാ പേശികളും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാവുന്നു. ശരീരഭാഗങ്ങൾ, ഇന്റേണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾ എല്ലാം വിശ്രമാവസ്ഥയിലാവുന്നു. ഉദരം, നട്ടെല്ല്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വിശ്രമാവസ്ഥയിലാവുന്നു. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഹൃദയം, ലങ്സ്, തോളിലെ പേശികൾ, കൈകൾ, കൈവിരലുകൾ എന്നിവയെല്ലാം പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാവുന്നു. ശരീരത്തിന്റെ വിശ്രമം ഇപ്പോൾ മൊത്തത്തിൽ 10 ഇരട്ടിയായി വർദ്ധിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. 10 times. ഇപ്പോൾ ഭാഗത്തു നിന്ന് ഏതോ ഒരു ഭാരം പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഷോൾഡറിൽ നിന്നും ഏതോ ഒരു ഭാരം പൂർണ്ണമായും താഴേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ട് അനുഭവപ്പെടുന്നു. കഴുത്ത്, താടിയെല്ലുകൾ എല്ലാം വിശ്രമാവസ്ഥയിലാവുന്നു. മനസ്സിന്റെ കാരണങ്ങളായ കണ്ണുകൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാവുന്നു. കണ്ണുകൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാവുന്നു. നിങ്ങളുടെ ബ്രെയിൻ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാവുന്നു. ഇപ്പോൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും, ഫാൻ കറങ്ങുന്ന ശബ്ദം, പുറത്ത് വാഹനത്തിന്റെ ശബ്ദം, അടുത്ത മുറിയിലെ ടിവിയുടെ ശബ്ദം, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകുവാൻ സഹായിക്കുന്നു. മനസ്സ് കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു. മനസ്സിലുണ്ടാകുന്ന എല്ലാ തോന്നലുകളും നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ എന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി ഓരോ അക്കം എണ്ണുമ്പോഴും നിങ്ങളുടെ വിശ്രമാവസ്ഥ 100 ഇരട്ടിയാവുന്നു. ഓരോ അക്കം എണ്ണുമ്പോഴും 10, 9, 8, 7, 6, 5, 4, 3,
2, 1, 0. ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നു. എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയുന്നു. മനസ്സിനെ മലിനപ്പെടുത്തുന്ന വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം ഇതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. ആരോടും ദേഷ്യമില്ല, ആരോടും വിദ്വേഷമില്ല. എല്ലാ കാര്യങ്ങളോടും നന്ദിയോട് നിങ്ങൾ ഓർക്കുന്നു, സ്മരിക്കുന്നു. ഉപാധികളില്ലാത്ത സ്നേഹം എല്ലാവരിലേക്കും കരകവിഞ്ഞൊഴുകുന്നു. ഉപാധികളില്ലാത്ത സ്നേഹം എല്ലാവരിലേക്കും കരകവിഞ്ഞൊഴുകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ്. ഇപ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ലോകം, യുവർ ഇന്റേണൽ വേൾഡ് കാണാം. നിങ്ങളുടെ മനസ്സ് പുനഃസൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ തൊഴിൽ, ആരോഗ്യം, സമ്പത്ത്, അറിവിന്റെ തലങ്ങൾ, ബന്ധങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. നിങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ ജോലി പുനഃസൃഷ്ടിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം സ്വപ്നം കാണുന്നത് പോലെ ആയിത്തീരുന്നു. നിങ്ങളുടെ ആരോഗ്യം സ്വപ്നം കാണുന്നത് പോലെ ആയിത്തീരുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ രൂപം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുന്നു. നിങ്ങളുടെ സമ്പത്ത്, തൊഴിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ ആയിത്തീരുന്നു. നവയൗവനത്തോട്, ചുറുചുറുക്കോട് സ്വപ്നം കാണുന്ന പോലെ നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും പണത്തിന്റെ ഒരു കുത്തൊഴുക്ക് കാണുന്നു. നിങ്ങൾക്ക് പുതിയ വാഹനം, നിങ്ങൾ അതിലെ യാത്രാസുഖം അനുഭവിക്കുന്നു. തണുത്ത AC, അതിലൂടെ വരുന്ന പാട്ട്, ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു. നിങ്ങൾ സമ്പത്ത് ആകർഷിക്കപ്പെടുന്ന പോലെ ആവുന്നു. പുതിയ അറിവുകൾ വന്നു ചേരുന്നു. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഓൺലൈൻ കോഴ്സുകൾ, അതുവഴി ലഭിക്കുന്ന ഒരുപാട് അറിവുകൾ, അനുഭവങ്ങൾ, പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, ഒരുപാട് നല്ല ആൾക്കാരുമായി പരിചയപ്പെടുന്നു. നിങ്ങളുടെ അറിവുകൾ വർദ്ധിക്കുന്നു. ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രചോദനം ലഭിക്കുന്ന ബുക്കുകൾ, മോട്ടിവേഷണൽ ബുക്സുകൾ വായിക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ അറിവുകൾ നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ നല്ലതാവുന്നു. എല്ലാ ബന്ധങ്ങളും ഹീൽ ചെയ്ത് സൗഖ്യത്തിലാക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പോസിറ്റീവ് ഫ്രണ്ട്സ് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ജീവിതം ഉയരത്തിലെത്തിക്കാൻ കഴിയുന്ന നല്ല നല്ല മെന്റേഴ്സ്, ഗുരുക്കന്മാർ, റോൾ മോഡൽസ് എല്ലാം നിങ്ങളിലേക്ക് വരുന്നു. എല്ലാവരുമായി അനുയോജ്യമായ ഒരു ബന്ധമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾ ലോകത്തിന് ചെയ്യുന്ന നന്മകൾ, ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ കാണുന്നു. നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ആ സൃഷ്ടിക്കപ്പെട്ട ജീവിതം ഒരു സിനിമയിൽ എന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. എല്ലാവരുമായി നല്ല ബന്ധം, മാതാപിതാക്കൾ, കുട്ടികൾ, അവരെല്ലാം നല്ല സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്നു. നിങ്ങൾ അടുത്തതായി ഈ ലോകത്തിന് ചെയ്യുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ കാണുന്നു. ആ പ്രവർത്തനങ്ങൾ വഴി ലോകത്തിനുണ്ടാവുന്ന സന്തോഷങ്ങളും വിജയങ്ങളും നിങ്ങൾ കാണുന്നു. ലോക നന്മയ്ക്കായി നിങ്ങളുടേതായ ഒരു അടയാളമായി കാണുന്നു. ഒരു ലെഗസി, പൈതൃകം സൃഷ്ടിക്കപ്പെടുന്നു.
നിങ്ങളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ ആ ദൃശ്യതലങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരു സിനിമയിൽ എന്ന പോലെ കാണുന്നു. നിങ്ങൾ പുനഃസൃഷ്ടിച്ച എല്ലാ ശബ്ദങ്ങളും ഇപ്പോൾ കേൾക്കാം. നിങ്ങൾ പുനഃസൃഷ്ടിച്ച ലോകത്തിൽ നിങ്ങൾ പലരോടും കഴിച്ച ആഹാരത്തിന്റെ രുചി അറിയുന്നു. അതിന്റെ ഗന്ധം വരുന്നു. പുനഃസൃഷ്ടിച്ച ബന്ധത്തിന്റെ ജീവിതത്തിന്റെ പല സ്പർശങ്ങളും നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നു. ഞാൻ എന്റെ ജീവിതം പ്രപഞ്ച ശക്തിയുമായി, പ്രപഞ്ച മനസ്സുമായി പുനഃസൃഷ്ടിക്കപ്പെടുന്നു. എല്ലാ നന്മകളും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും എന്റെ കഴിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഡേ ബൈ ഡേ മൈ നോളേജ് ഇസ് എന്റെ എല്ലാ പ്രവൃത്തികളിലും ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിന്തകളില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് കടക്കുന്നു. ഇപ്പോൾ പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരുന്നു. പ്രപഞ്ച മനസ്സുമായി നിങ്ങളുടെ മനസ്സ് ലയിച്ചു ചേരുന്നു. സകല അറിവുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മനസ്സിൽ വരുന്ന രണ്ട് ചിന്തകളുടെ ഗ്യാപ്പിലൂടെ നിങ്ങളുടെ മനസ്സ് ചിന്തകളില്ലാത്ത ലോകത്തിൽ പ്രപഞ്ച മനസ്സുമായി ലയിച്ചു ചേരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ വന്നിരുന്നു. ഇൻഡ്യൂഷൻ, അതീന്ദ്രിയജ്ഞാനം എല്ലാം എത്തിച്ചേരുന്നു. നിങ്ങളുടെ അന്തർജ്ഞാനം കൊണ്ടിരിക്കുന്നു. അല്പസമയമെടുത്ത് ചിന്തകളില്ലാത്ത ലോകത്തിൽ ആ ദൈവിക അനുഭൂതി അനുഭവിക്കുക. ദൈവിക അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാം. ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്രമത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നട്ടലെന്ന് പറഞ്ഞിരിക്കുന്നു ഈ അവസ്ഥയിൽ എത്തിച്ചേരാവുന്നതാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. വിശ്രമത്തിൽ നിന്നും മടങ്ങി വരാവുന്നതാണ്. ഒരു ദീർഘശ്വാസം എടുക്കാം. നിങ്ങളിലേക്ക് എല്ലാ വ്യക്തിത്വവും നിങ്ങളോട് ചേരുന്നു. ശ്വാസം പുറത്തേക്ക് വിടാം. 3 ഒരു ദീർഘശ്വാസം എടുക്കാം. 4 ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടാം. 5 ഒരു ദീർഘശ്വാസം എടുത്ത് പൂർണ്ണമായും പുറത്ത് വിട്ടുകൊണ്ട് 2 കൈകൾ കൂട്ടിത്തിരുമി കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് സാവകാശം കണ്ണുകൾ ചിരി പുറത്താവുന്നതാണ്. Thank you, Sunil sir. Thank you. എങ്ങനെയുണ്ടായിരുന്നു? Thank you, Anil sir. Thank you. നന്നായിട്ടുണ്ട്. ഇറങ്ങിപ്പോയാ? അപ്പൊ ഇന്ന് ഇടയ്ക്ക് ചെറുതായിട്ട് തുടങ്ങിയില്ലേ? ഇടയ്ക്ക് പോയില്ലേ? ചിന്തകളില്ലാത്ത ലോകം. അപ്പൊ നമ്മളിന്ന് ഇടയ്ക്ക് മൈൻഡിന്റെ ലെവലിലേക്ക് നമ്മൾ കടന്നു.
അപ്പൊ ഇന്നത്തെ സെഷൻ ഇത്രയും മൈൻഡും ബോഡിയും വളരെ നല്ല ബന്ധങ്ങൾ പഠിച്ചു. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഡയറിയിൽ നോട്ട് ചെയ്യുക, പഠിക്കുക. പാരസിമ്പതിക് PS എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം. അമിഗ്ഡല ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചിത്രയും ഈ എക്സ്പെക്ട് ചേഞ്ചസ് നമ്മുടെ മൈൻഡിൽ ഒരുപാട് കഴിവുണ്ട്. അതിനെ കുറിച്ച് ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതായത് പച്ചവെള്ളം ഇട്ട് ഒരു ജയിലിലെ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് ഒരാളെ ഇഞ്ചക്ട് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് അദ്ദേഹം സിറിഞ്ചിൽ പച്ചവെള്ളമാണ്. വ്യക്തിയോട് പറഞ്ഞു ഇതൊരു പാമ്പിന്റെ വിഷമാണ്, ഇത് ഉള്ളിൽ ചെന്നാൽ പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിന് അങ്ങനെ പറഞ്ഞിട്ട് വെള്ളം ഇഞ്ചക്ട് അദ്ദേഹം വിത്തിൻ സെക്കൻഡ്സ് മരിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? മൈൻഡിന്റെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിഷമായിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ സ്വീകരിക്കാം, നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാറ്റിയെടുക്കാം. എന്താണ് ഇന്നത്തെ ക്ലാസ്? അപ്പൊ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആവുക. ഒരു പ്രോബ്ലവും നമ്മളെ തളർത്താനല്ല, നമ്മളെ വളർത്താനാണ്. ഇന്നത്തെ എല്ലാവരെയും പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച ആ ഒരു മനസ്സിനെയും ഇന്ന് വളരെ മനോഹരമായിട്ട് ഇന്ററാക്റ്റീവായിട്ട് സപ്താഷ്ടാത്മാർഗിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അപ്പൊ ഇനി നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്. ഇതിനിടയിൽ നിങ്ങളുടെ ക്ലാസ് ബുക്കുകൾ തയ്യാറാക്കുക. ബുക്കുകൾ തപാലിൽ അയച്ചിരുന്നതാണ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓൾ ഈസ് വെൽ. Thank you. Sir. Good night, sir. Good night. Good night. Good night.